DBയിൽ നമുക്ക് 22 RCCB വരുന്നുണ്ട്. നമ്മുടെ മസ്ജിദിലെ നമ്മൾ ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ സെൻട്രലൈസാണ് എസിൻ്റെ ഡെറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ഡെറ്റിൻ്റെ ചുറ്റും നമ്മൾ ട്രേ അടിച്ച് പോവാണ്. മുകളിലെ ഫ്ലോറിലൊക്കെ നമ്മൾ പിന്നെ ഈ ഫാന് ലൈറ്റിൻ്റെ പോയിന്റ് അതേപോലെ സർക്യൂട്ടൊക്കെ നമ്മൾ വയറ് പൈപ്പ് സീലിങ്ങിലിട്ട് വയറ് വലിച്ചിട്ട് കഴിഞ്ഞ് ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഇവിടെ സീലിംഗ് വരുന്നതുകൊണ്ട് ഇവിടെ മുകൾക്ക് ഹോള് വരുന്നതുകൊണ്ട് നമ്മളിതിൽ കുറഞ്ഞ പൈപ്പ് ഇട്ടിന്ന് പക്ഷേ ആ പൈപ്പ് നമ്മൾ എടുക്കേണ്ടെന്ന് വിചാരിച്ച്. കാരണം അത് പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ DB സെക്ഷൻ വരുന്നത് അതിനുള്ളിലാണ്. പാനൽ ബോർഡ് ഏകദേശം നമുക്ക് അവിടെ ഒരു 1:20 1:30 അവിടെ ഒരു പാനൽ ബോർഡ് വരും ഈ സ്പേസിൽ. DB നമ്മളിവിടെ 4 DB, ഒരു 4 റോ DB ഉണ്ട്, ഒരു VDB ഉണ്ട്, UPS DB ഉണ്ട്, ഔട്ട്ഡോർ DB ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 4 DB, അണ്ടർഗ്രൗണ്ട് വരുന്നുണ്ട്. അതിൽ ഒരു DB 5, ഫസ്റ്റ് ഫ്ലോറിൽ 3, 5, 3, 8, സെക്കൻഡ് ഫ്ലോറിൽ 3, 8, 3, 11 DB ഉണ്ട്. 11 DBയിൽ നമുക്ക് 22 RCCB വരുന്നുണ്ട്, 21 RCCB. അപ്പോൾ 21 RCCB എന്ന് വെച്ചാൽ 3 4 പോൾ RCCBയും 19 2 പോൾ RCCB വരുന്നത്. ഈ 22 RCCB ഞാൻ വെറുതെ എയറിലാൻ വേണ്ടി പറയില്ല. ഒരുത്തൻ്റെ 12 RCCB പറഞ്ഞാൽ എയറിലായത്. ഞാൻ എയറിലാവാനോ പാതാളത്തിൽ പോകാനോ പറഞ്ഞല്ല. ഈ 22 RCCBൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. ഇതിൽ ഒരുമിച്ച് ഇത് പറയാൻ നമുക്ക് ഈ ഹാളിലൊക്കെ ഏകദേശം ഒരു 12 സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. ഈ 12 സ്വിച്ച് ബോർഡും ഒരൊറ്റ RCCB കൊടുക്കുകയാണെങ്കിൽ ഒരു ഫാൻ ഏകദേശം ഒരു ഇതിൻ്റെ ഈ ഹോളിൽ ഏകദേശം ഒരു 30-40 ഫാന് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഒരു ഫാനിന് കംപ്ലൈൻറ്റ് വന്നാൽ മതി, അത് ബ്രേക്ക് ആവും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു RCCB പോകും. അപ്പോൾ 1-2 ബോർഡ് ഇവിടെ കട്ടാവുള്ളൂ. ഇവിടെ കേബിൾ വലിക്കുമ്പം ഈ ഹാള് വലിക്കുമ്പം ഒരാൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ന് ഒരാൾ ഇത് ഹോള് വയറ് വലിക്കാൻ വന്ന് നാളെ മറ്റൊരാളാണ്. അപ്പോൾ ഈ ഹോള് കേബിൾ വലിച്ചാൽ നാളെ ലീവാണെങ്കിൽ മറ്റന്നാൾ വലിച്ചാൽ മതി, ആ പ്രശ്നമില്ല. ആൾ മാറി വലിക്കുമ്പോഴാണ് നമുക്ക് ന്യൂട്രൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക. കാരണം ന്യൂട്രൽ മിക്സ് ആകാൻ പറ്റില്ല. അപ്പോൾ ഈ ബോർഡിൽ ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വലിയൊരു ഹാളിനെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഹോളിൽ നമ്മൾ 3 RCCB വെച്ചിട്ട് സ്വിച്ച് ബോർഡിനെ ഡിവൈഡ് ചെയ്ത് ചെയ്തിട്ടാണെങ്കിൽ അപ്പോൾ അവിടെ കാണുന്ന ഒരു ഫാന് കംപ്ലൈൻറ്റ് വന്ന് ആ ബോർഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ വരുന്ന ബോർഡ് വേറെ RCCBയിലാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ടുണ്ടാവും, മൊത്തം റിട്ടീലാവില്ല. അപ്പോൾ ബാക്കി വരുന്ന RCCB എന്തിനാണുള്ളത് വ്യക്തമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഫോളോ ചെയ്ത് ഒപ്പം കൂടി